ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓർത്തോനോർമൽ ബേസിസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റിസൾട്ടുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബേസിസ് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് എന്താണ്? ഓർത്തോനോർമൽ ബേസിസ് ആണ്. ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എപ്പോഴാണ് ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് പറയാൻ നോക്കാം. ഡെഫിനിഷൻ: എ ബേസിസ് ബി, അതായത് എങ്ങനെ നമ്മൾ എടുക്കുക, കുറച്ച് വെക്ടേഴ്സ് ആണ്. B equal to h1, h2, etc. hn of n space is said to be an orthonormal basis. ഈ വെക്ടറിനെ ബേസിസ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും അതേപോലെ തന്നെ ഇപ്പോൾ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണ്. അതിൽ നമ്മളൊരു സബ്സെറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് എടുക്കുകയാണ്. ഈ വെക്ടർ സ്പേസിലെ വെക്ടേഴ്സ് ആണ് എന്ത്? h1, h2, etc. hn. ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ് h1, h2, etc. hn. അപ്പോൾ ആ ഒരു കളക്ഷൻ നമ്മളെടുത്തു. ഇത് ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഈ സെറ്റ് എന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ബിയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനെ ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റണം. ദാറ്റ് മീൻസ് ഇപ്പോൾ വി എന്ന് പറയുന്നത് R2 അവിടെ n ഡയമെൻഷനിലായതുകൊണ്ട് വിയിലുള്ള എലമെൻസിൻ്റെ ഫോം എന്താണ്? n ടുപ്പിളായിരിക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടുത്തെ A1, A2, etc. an ആണ് നമുക്ക് വിയിലുള്ളൊരു വെക്ടർ എന്ന് വിചാരിക്കാം. അപ്പോൾ A1, A2, etc. an എന്ന് പറയുന്ന എലമെൻ്റ് ആണ് നമ്മൾ വിയിൽ എടുക്കണമെങ്കിൽ ഇതിനെങ്ങനെ എഴുതാൻ പറ്റണം? ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റണം. ദാറ്റ് ഈസ് A1 × h1 + A2 × h2 + etc. an × hn. ഈ ഫോമിലേക്ക് എഴുതാൻ പറ്റണം. വിയിലെ ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിനെ ബേസിസ് ബിയിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റണം. ഇതിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? A1 h1 + A2 h2 + etc. + an × hn. ഇതിപ്പോൾ സപ്പോസ് B1 B2 etc. ആണെങ്കിലോ B1 h1 + etc. അതായത് ഈ എലമെൻറ്റ് ഇൻറ്റു ഫസ്റ്റ് കോർഡിനേറ്റ് പ്ലസ് സെക്കൻഡ് എലമെൻറ്റ് ഇൻറ്റു സെക്കൻഡ് കോർഡിനേറ്റ് പ്ലസ് etc. ആ ഫോമിൽ എഴുതാൻ പറ്റണം. ഓക്കെ, അതാണ് സാധാ ബേസിസിൻ്റെ ഡെഫിനിഷൻ. ഇവിടെ ഓർത്തോനോർമൽ ബേസിസ് ആവേണ്ടത് എപ്പോഴാണ്? ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സെറ്റ് ഒരു ബേസിസ് ആയിരിക്കണം. ഒരു ബേസിസ് എപ്പോഴാണ് ഓർത്തോനോർമൽ ബേസിസ് ആവുക എന്നാണ് നമ്മൾ ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എപ്പോഴാണ് ഓർത്തോനോർമൽ ബേസിസ് ആവുക എന്ത് പറയണം? ഇപ്പോൾ ഡെഫിനേഷനിൽ നമ്മൾ പറയുന്നത് എ ബേസിസ് ബി ഈക്വൽ ടു, അപ്പോൾ ഒരു ബേസിസ് ഓർത്തോനോർമൽ ബേസിസ് ആവുന്നത് എപ്പോഴാണെന്നാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇനി അതിന് പകരം ഈ വെക്ടർ എപ്പോഴാണ് ബേസിസ് ആണെന്ന് പറയാം? ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ബി എന്ന് പറയുന്നത് ഒരു ബേസിസ് ആയിരിക്കണം. അതിനുശേഷം ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. hi.hj = 0 ഫോർ ഓൾ i not equal to j. അതായത് hi.hj എന്നാണ് എഴുതുന്നത്. ഐയും ജെയും ഈക്വൽ അല്ലെങ്കിൽ hi.hj എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് h1.h2 0, h2.h3 0. ഈ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കേസിൽ ഇപ്പോൾ h1.h1 എന്താണ്? 0 ആയിരിക്കില്ല, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. h1.h1ൻ്റെ വാല്യൂ 1 ആണ് വരിക. അതുപോലെ h2.h3 വേറെല്ലാം ഇവിടെ ഇൻഡെക്സ് താഴെ വരുന്ന നമ്പർ സെയിം അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ആൻഡ് നോം ഓഫ് hi is equal to 1 ഫോർ ഓൾ i. നോം ഓഫ് hi എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ലെങ്ത് ആണെന്ന് പറയാം, അല്ലെങ്കിൽ റൂട്ട് ഓഫ് hi.hi. അപ്പോൾ നമ്മൾ നോം ഓഫ് a.a എന്താണ്? നോം a² ആണ്. അപ്പോൾ നോം a = റൂട്ട് ഓഫ് a.a. അപ്പോൾ നോം ഓഫ് hi 1 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? hi.hi റൂട്ട് ഓഫ് hi.hi is equal to 1. ഓക്കെ, അപ്പോൾ നോം ഓഫ് hi = അതായത് സിംഗിൾ ആയിട്ട് ഉള്ള ഓരോ എലമെൻറ്റിൻ്റെയും ഓരോ വെക്ടേഴ്സിൻ്റെയും നോം കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കണം. രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വാല്യൂ 0 ആയിരിക്കണം കിട്ടേണ്ടത്. സെയിം എലമെൻറ്റിൻ്റെ നോട്ട് ഈക്വൽ ടു 0യും ഡിഫറെൻറ്റ് ബേസ് ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് h1.h2 0, h2.h3 0. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്നാണ് നമുക്ക് വരിക. ഇതാണ് ഒരു ഓർത്തോനോർമൽ ബേസിസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൺസിഡർ R2 is equal to set of all ordered pair xy or vector xy such that xy belongs to R, then b equal to 1 0, 0 1 is an orthonormal basis for R2. അപ്പോൾ ഇതാദ്യം നമുക്ക് ബേസിസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. R2ൽ ബേസിസ് ആണ് ഈ 1 0 0 1. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്? ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ഈ വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. സപ്പോസ് 2 3 ബിലോങ്സ് ടു R2. R2ലെ എലമെൻ്റ് ആണെന്ത്? 2 3 എന്ന് പറയുന്നത്. 2 3നെ നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ? ഫസ്റ്റ് 2 × 1 0 + 3 × 0 1 എഴുതാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 × 1 2, 0 +
0,3. That is 2 plus 0, 2, 0 plus 3, 3. അപ്പോൾ 2, 3നെ 2 into 1, 0 plus 3 into 0, 1 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് ഒരു ബേസിസ് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? ഓർത്തോനോർമൽ ബേസിസ് ആവണമെങ്കിൽ ബേസിസ് എന്നുള്ള കണ്ടീഷൻ കിട്ടി. ഇനി ഓർത്തോനോർമൽ ബേസിസ് ആവണമെങ്കിൽ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടണം. ഇവിടെ നമുക്ക് ഏതാണ് 10.01 കണ്ടുപിടിക്കുക. 0 കിട്ടുന്നുണ്ടോ നോക്കാം. 10.01 എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ? 1 into 0 plus 0 into 1. 1 into 0, 0. 0 into 1, 0. അപ്പോൾ 0 plus 0, 0. ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി. ഇനി നോം ഓഫ് എച്ച് ഐ ഈക്വൽ ടു 1 ഫോർ ഓൾ ഐ. അതായത് H1ൻ്റെ നോമ് 1 ആയിരിക്കണം, H2ൻ്റെ നോമ് 1 ആയിരിക്കണം, എക്സെട്ര. Hൻ്റെ നോമും 1 ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് രണ്ട് വെക്ടറാണ് കൊടുത്തിട്ടുള്ളത്, 1, 0യും 0, 1ഉം. ഇതിൻ്റെ നോമ് 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എന്നാലേ ഇതെന്താവുള്ളൂ? ഓർത്തോനോർമൽ ബേസിസ് ആവുള്ളൂ. അപ്പോൾ 1, 0ൻ്റെ നോമ് കണ്ടുപിടിക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് നോമ് കണ്ടുപിടിക്കുക? നോം ഓഫ് A1, A2 എക്സെട്ര AN എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് എക്സെട്ര AN സ്ക്വയർ ആണ്. അപ്പോൾ 1, 0ൻ്റെ നോം എന്താണ്? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതേപോലെ 0, 1ൻ്റെ നോം എന്ത് വരും? 0, 1 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0 പ്ലസ് 1, 1. റൂട്ട് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. നെക്സ്റ്റ് എക്സാമ്പിൾ R3. ഇപ്പോൾ നമ്മൾ R2 എക്സാമ്പിളാണ് നോക്കിയത്. നെക്സ്റ്റ് വൺ R3 എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രിപ്ലെറ്റ് ആണ് വരിക. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സെഡ്. R3 എലമെൻസിൻ്റെ ഫോം ട്രിപ്ലെറ്റ് എക്സ് വൈ സെഡ് സച്ച് ദാറ്റ് എക്സ് ഓരോ എലമെൻറ്റും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ B ഈക്വൽ ടു W1, W2, W3 ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ R3. അപ്പോൾ ഈ ഒരു സെറ്റ് ഓർത്തോനോർമൽ ബേസിസ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ W1, W2, W3 എന്താണ്? വെക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. W1 എന്ന് പറയുന്നത് 1/√3, 1/√3, 1/√3. W2 minus 2/√6, 1/√6, 1/√6. W3ൻ്റെ വാല്യൂ 0, 1/√2, minus 1/√2. അപ്പോൾ നമ്മളിത് പറയേണ്ടത് ഈ ബി എന്ന് പറയുന്നത് ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് പറയണം. ഓക്കെ, ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് നോക്കണം? ഫസ്റ്റ് വൺ, ഇത് ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് R3ൻ്റെ ബേസിസ് ആണെന്നാണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ബേസിസ് ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. ഈ വെക്ടേഴ്സ് ഫസ്റ്റ് വൺ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ വെക്ടർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു A1 into W1 plus A2 into W2 plus A3 into W3 equal to 0 എന്ന് കൊടുക്കുക. A1 W1 plus A2 W2 plus A3 W3. A തന്നെ യൂസ് ചെയ്യണമെന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. വേണമെങ്കിൽ K കൊടുക്കുക. K1 W1 plus K2 W2 plus K3 W3 equal to 0. ഇനി W1, W2, W3ന് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും അല്ലേ? W1 കൊടുക്കുന്ന സമയത്ത് 1/√3, 1/√3. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് കോർഡിനേറ്റുകൾ ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് K1 0, K2 0, K3 0 എന്ന് കിട്ടും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടും. അതേപോലെ തന്നെ Rൽ ഒരു വെക്ടർ ഇപ്പോൾ എക്സ് വൈ സെഡ് എടുത്തു കഴിഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇവർക്ക് ചെയ്തതാണ് ഈ മെത്തേഡിൽ. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R3ൻ്റെ ഒരു ബേസിസ് ആണ് B എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ഓർത്തോനോർമൽ ബേസിസ് ഫോം ചെയ്യുമെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് നോക്കണം? ഇൻഡിവിജ്വലി രണ്ട് വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുമെന്ന് നോക്കുക. ബാക്കി പിന്നെ നോക്കേണ്ടത് രണ്ടെണ്ണം പറയുമ്പോൾ എന്താ? W1, W2, W3 ആണ്. W1ഉം W2ഉം കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 വരണം. W2, W3 ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 വരണം. W1, W3 ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 എന്ന് വരണം. ഇൻഡിവിജ്വലി എല്ലാറ്റിൻ്റെയും നോമും 1 ആയിരിക്കണം. W1ൻ്റെ നോമ് 1 ആവണം, W2 1 ആവണം, W3 1 ആവണം. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.